ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡ്രിങ്ക് ആയിട്ട്, ഒരു അടിപൊളി ഡ്രിങ്ക് ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ കണ്ണൂരുകാരുടെ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് കേട്ടോ, ഒരു പഴയകാല ഡ്രിങ്ക് ആണ്. പക്ഷെ എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് ഇപ്പോഴും ആൾക്കാർ കഴിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. തരി കാച്ചിയത് അല്ലെങ്കിൽ തരിക്കഞ്ഞി എന്നൊക്കെ പറയും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാം കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ 1.5 ടീസ്പൂൺ, ഏകദേശം 2 ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. RKG നെയ്യാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 3-4 ചെറിയുള്ളി നേരിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, വളരെ നേരിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ അതിൽ കാഷ്യും നമ്മൾ മുന്തിരിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വഴറ്റുമ്പോഴേക്കും കറക്റ്റ് കളറ് ആയി കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒത്തിരി വഴറ്റണ്ട. ഇനി അതിലേക്ക് കാഷ്യൂ ചേർക്കുകയാണ്. നിങ്ങൾക്കത് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. കൂട്ടിയും കുറച്ചൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ആഡ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുന്തിരി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം മുന്തിരിയൊക്കെ ബോൾസ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ബോൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1 ലിറ്റർ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കണ്ണൂരുകാരുടെ ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് കേട്ടോ. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ലിറ്റർ പാലിന് 1 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് കാരണം ഇത് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ അത് കുറച്ച് തിക്കായിട്ട് മാറും. അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാക്കുക. ഇനി അതിലേക്ക് ഒരു 3 ടീസ്പൂൺ തരിയാണ്, റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരു കൈ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കത് കട്ട പിടിച്ചു പോകും. അപ്പം കൈ വെക്കാതെ നമ്മളിനി അതൊന്ന് കുറുകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ തന്നെയാണ് കേട്ടോ, ഒരു മീഡിയം തീയിലാണ് ഞാനിത് ചെയ്യുന്നത്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 4 ടീസ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. കൈവിടാതെ അതൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ അത് കുറുകി വരും കേട്ടോ. നല്ല തിളയൊക്കെ വരുന്നുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഏലക്കയുടെ പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ആരും. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഏകദേശം അതിൻ്റെ ഒരു പാകത്തിന് വന്നിട്ടുണ്ട്. ഈ ഒരു പാകം കറക്റ്റാണ്. ഈ ഒരു ലൂസ് തന്നെ കിട്ടണം. കാരണം കുറച്ചും കൂടെ നമ്മൾ തണുത്ത് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അത് കുറച്ച് തിക്കായിട്ട് മാറും. അപ്പം ഈ ഒരു ലൂസ് തന്നെ നമ്മൾ എടുത്തു വയ്ക്കുക. അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി വളരെ ഈസി ആയിട്ട് തരി കാച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒഴിക്കുന്ന പാകം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആവശ്യത്തിന് തിക്നെസ്സും ഉണ്ട്, എന്നാൽ അധികം ലൂസും അല്ല. ആ ഒരു പാകത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇപ്പോൾ ഇത്തിരി കട്ടിയായാലും നിങ്ങളാരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. കുറച്ച് പാല് ചൂടാക്കിയിട്ട് കുറച്ച് തണുത്ത ശേഷം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ലൊരു ഡ്രിങ്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം നമ്മുടെ കണ്ണൂരുകാരുടെ ഒരു പ്രത്യേക സ്പെഷ്യൽ ഡ്രിങ്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.